ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കായ്പോള റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മലബാറിൻ്റെ സ്വന്തം കായ്പോള. അപ്പം അതിനായി ഞാൻ 2 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ 1/2 കപ്പ് പഞ്ചസാര, ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും. മധുരം ആവശ്യത്തിനനുസരിച്ചിടാം. 3 മുട്ട ആവശ്യമായിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത്ര അണ്ടിപ്പരിപ്പ് മുന്തിരി എടുക്കുക. അത് എത്രയും എടുക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും. പിന്നെ 1/2 ഗ്ലാസ് പാല്. പഴം ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരണം. അതിനായിട്ട് ഞാൻ 2 ടീസ്പൂൺ പശുവിൻ നെയ്യ് ചേർക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് ഇട്ടിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം മുന്തിരി വറുത്ത് കോരാം. മുന്തിരി എത്ര അധികം ഇടുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും. അപ്പം നമുക്ക് കുറച്ചധികം വേണമെങ്കിൽ ഇടാം. നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പും നന്നായിട്ട് മൂപ്പിച്ചിട്ട് വറുത്ത് കോരാം. ഇതുപോലെ തന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴവും കൂടി നമുക്ക് ഒന്ന് നെയ്യിലിട്ട് മൂപ്പിക്കണം. അപ്പം ഞാൻ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്ത നെയ്യിൽ തന്നെയാണ് പഴവും കൂടി ചേർക്കുന്നത്. പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം, കരിഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി, കുഴഞ്ഞ് പോകാൻ പാടില്ല. നല്ല കളറൊക്കെ മാറിയിട്ട് നല്ല ബ്രൈറ്റ് കളറായിട്ടുണ്ട്. അപ്പം ഏകദേശം ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം, മാറ്റി വെക്കാം. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 3 മുട്ട ഉടച്ചിട്ട് പോരുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. മധുരം ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പാല് ആദ്യം ഞാൻ കുറച്ച് പാൽ ഒഴിക്കും. ഞാൻ 1/2 ഗ്ലാസ് പാലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്, അത് മതിയാവും. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇനി ഇത് 1 മിനിറ്റ് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ പതഞ്ഞ് കിട്ടും. ഇത് ഈ പഴത്തിലേക്ക് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. മുഴുവനായി ചേർക്കരുത്, ഒരു പകുതിയോളം ചേർക്കാം. ഞാനൊരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയ പാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഈ മിക്സ് നമുക്ക് ചെറുതായിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പം അതിൻ്റെ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഈ ബാക്കി വന്ന വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇതിൻ്റെ മേലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇത് മുഴുവനായി വെന്ത് വന്നിട്ടില്ല, ഒരു ഹാഫ് കുക്കഡേ ആയിട്ടുള്ളൂ. ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം. ഇനി ഒന്ന് തീ ഓഫ് ചെയ്യാം. നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.